ഹലോ എവരി വൺ, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്ലിനിക്കൽ ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കിസോഫ്രീനിയ എന്താണ് എന്നും അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏതൊക്കെ ടൈപ്സ് സ്കിസോഫ്രീനിയ ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ സ്കിസോഫ്രീനിയ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു സൈക്കോട്ടിക് ഡിസോർഡർ എന്ന രീതിയിൽ, ഒരു ഫങ്ഷണൽ സൈക്കോട്ടിക് ഡിസോർഡർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്കിസോഫ്രീനിയ കാരണമാണ് എന്നും നമുക്കറിയാം. സോ എല്ലാവരിലും ഉണ്ടാകുന്ന സ്കിസോഫ്രീനിയയുടെ ടൈപ്പ് അല്ലെങ്കിൽ സിംറ്റംസ് ഒരേപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് ക്ലിനിക്കൽ ടൈപ്പ് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. സോ അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. സ്കിസോഫ്രീനിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് സബ് ടൈപ്സ്. ഇനി കുറച്ച് സബ് ടൈപ്സുകളുടെ പേര് ഞാൻ ആദ്യം പറയാം. ചിലത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മുമ്പ് പഠിച്ച് മറന്ന സംഗതികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നും. പാരനോയിഡ്, ദെൻ ഹെവിഫ്രീനിക്, കാറ്ററ്റോണിക്, റെസിഡ്യൂവൽ, അൺഡിഫറൻഷിയേറ്റഡ്, സിമ്പിൾ. ഇങ്ങനെ പല ക്ലിനിക്കൽ ടൈപ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. ദെൻ അതിനുശേഷം പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ വന്നു പോയ ആളുകൾക്കുള്ള പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ. ഇങ്ങനെ പല ക്ലിനിക്കൽ ടൈപ്സ് ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ പറയും കേട്ടോ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ കാറ്ററ്റോണിക്കും പാരനോയിഡൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഏരിയകളാണ്. സോ നമുക്ക് ആദ്യമായിട്ട് പാരനോയിഡ് സ്കിസോഫ്രീനിയ. അപ്പോൾ ക്ലിനിക്കൽ ടൈപ്സ് കൊണ്ടുള്ള ഉദ്ദേശം സ്കിസോഫ്രീനിയ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത്, സ്കിസോഫ്രീനിയ ഉള്ള രോഗികളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവരിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ചില സബ് ടൈപ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാറ്റഗറി ചിലപ്പോൾ ഒരാൾ കണ്ടു എന്നിരിക്കാം. സെറ്റല്ലേ? സോ പാരനോയിഡ്, ദ വേർഡ് പാരനോയിഡ് എന്ന വാക്കിനർത്ഥം തന്നെ ഡെല്യൂഷണൽ എന്നാണ്. ഡെല്യൂഷൻ ഒരാൾക്കുള്ള ഫാൾസ് ബിലീഫാണ്, തെറ്റുധാരണയാണ്. അയാളുടെ ധാരണയെ ഉറപ്പിക്കുന്ന തെളിവുകൾ ഇല്ലെങ്കിൽ കൂടിയും അയാൾ ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റായിട്ട് വിശ്വസിക്കുന്നതിനാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. പാരനോയിഡ് സ്കിസോഫ്രീനിയ ഈസ് അറ്റ് പ്രസൻറ്റ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് സ്കിസോഫ്രീനിയ. ഇന്ന് നമുക്കിടയിൽ കോമൺ ആയിട്ട് കാണുന്ന ഫോം ഈ പാരനോയിഡ് സ്കിസോഫ്രീനിയാണ്. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വടക്ക് നോക്കി യന്ത്രം എന്ന ഫിലിമിൽ ശ്രീനിവാസന് തോന്നുന്ന ഒരു സംഗതി അല്ലേ, തൻ്റെ വീടിന് ചുറ്റും ആരോ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അതൊരു തരത്തിലുള്ള ഡെല്യൂഷനാണ്. നമുക്കതിനെ വേണമെങ്കിൽ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു ഡെല്യൂഷണൽ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ അതിൽ ചില അടയാളങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ നമ്മൾ അതൊന്നുകൂടി പറയണം. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഡെല്യൂഷൻ ഓഫ് പേഴ്സിക്യൂഷൻ. തന്നെ ആരോ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്നു എന്ന തോന്നലാണ്. ഇൻ പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻസ് ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് ദേ ആർ ബീയിങ് മാൽവലൻ്റ്ലി ട്രീറ്റഡ് ഇൻ സം വേ. അല്ലെ, ആരോ തന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരോ തന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന തരത്തിലുള്ള തോന്നലാണ് ഡെല്യൂഷൻസ് ഓഫ് പേഴ്സിക്യൂഷൻ. സെറ്റല്ലേ? ദെൻ അടുത്തത്, ഫ്രീക്വൻറ്റ് തീംസ് ഇൻക്ലൂഡ് ബീയിങ് കോൺസ്പയർഡ് അഗെയിൻസ്റ്റ്, ചീറ്റഡ്, സ്പൈഡ് അപ്പോൺ, ഫോളോഡ്, പോയിസൺഡ് ഓർ ഡ്രാഗ്ഡ്, maliciously malacted, harassed or obstructed in the pursuit of long-term goals. സോ ഈ ഒരു പേഴ്സിക്യൂഷൻ ഡെല്യൂഷൻ ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കുള്ള തോന്നലുകളാണ് തനിക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന തോന്നൽ. തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ തോന്നും അവർ തനിക്കെതിരെ എന്തോ ഒന്ന് ആലോചിക്കുകയാണ് എന്നൊരു തോന്നൽ, വെറുതെ ഒരു തോന്നലാണ്. അല്ലെങ്കിൽ തന്നെ ചതിക്കുകയാണ്, തൻ്റെ ലൈഫ് പാർട്ട്ണർ ചതിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ പാരൻസ്, തൻ്റെ കുട്ടികൾ തന്നെ ചതിക്കുന്നു എന്ന തോന്നില്ല. സ്പൈഡ് അപ്പോൺ, ആരോ തൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട് എന്ന തോന്നല. ഫോളോഡ്, ആരോ തന്നെ പിന്തുടരുന്നു എന്ന തോന്നൽ. അല്ലെങ്കിൽ തനിക്ക് ആരോ വിഷം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പോയിസൺഡ് ഓർ ഡ്രഗ്ഡ്, തനിക്ക് വിഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നോ തന്ന് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മലീഷ്യസ്ലി മലൈൻഡ്, തന്നെ വളരെയധികം അപായപ്പെടുത്തുന്ന രീതിയിൽ
കാര്യങ്ങൾ ചെയ്യാൻ ആരോ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഹരാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്സ്ട്രക്ട് ഇൻ ദ പേഴ്സ്യൂട്ട് ഓഫ് ലോങ് ടേം ഗോൾസ്, എൻ്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന തോന്നൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തനിക്കെതിരെ ആരൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, കരുക്കൾ നീക്കുന്നു എന്ന തോന്നലാണ് ഈ പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതിയിലാണ്. കുറച്ചുകൂടി കടന്ന് ചിന്തിക്കുന്നവർ കരുതും തനിക്കെതിരെ ഏതോ ഒരു വലിയ സംഘടന എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, താൻ ഉറങ്ങുന്ന സമയത്ത് തൻ്റെ വീടിന് ചുറ്റും ആളുകൾ വളഞ്ഞുകൊണ്ട് തന്നെ ആക്രമിക്കാൻ വരും എന്നൊക്കെ തോന്നും. അങ്ങനെ രാത്രി ഉറക്കമില്ലാതാകും. ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ഏതോ ഒരു അന്യദേശത്ത് നിന്ന് വരുന്ന ഭീകര സംഘങ്ങൾ വരുന്നു എന്ന തോന്നലൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അതാണ് ഡെല്യൂഷൻ ഓഫ് പേഴ്സിക്യൂട്ടറി. ഇപ്പോൾ പേഴ്സിക്യൂഷൻ എന്ന വാക്ക് ഓർത്തിരുന്നാൽ മതി. പേഴ്സിക്യൂഷൻ ഒരാളെ നമ്മൾ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ പേഴ്സിക്യൂഷൻ നടത്തുന്നത്. ദെൻ അടുത്ത ഡെല്യൂഷൻസ് ഓഫ് ജലസി, അസൂയ. ജലസി എന്ന് പറഞ്ഞാൽ അസൂയാണ്. The content of jealous delusion centers around the theme that the person's sexual partner is unfaithful. മിക്കവാറും സെക്ഷൽ പാർട്ട്ണർ, തൻ്റെ ജീവിത പങ്കാളി തന്നോട് വിശ്വാസവഞ്ചന കാണിക്കുകയാണ് എന്നതിൽ നിന്നാണ് ഡെല്യൂഷൻ ഓഫ് ജലസി ഉണ്ടാകുന്നത്. The idea is held on inadequate grounds and it is unaffected by rational judgment. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചും കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സംശയരോഗം എന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മൾ കൊളോക്കിയലി സംശയരോഗമാണ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പോൾ തൻ്റെ ലൈഫ് പാർട്ട്ണർ തന്നോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല, അയാളുടെ തെറ്റിദ്ധാരണയാണ്. അതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ പിൻബലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് അയാൾക്കില്ല. എന്നെങ്കിൽ കൂടിയും അയാളുടെ വിശ്വാസം തന്നോട് ആളുകൾ ചതി കാണിക്കുന്നു, തന്നെ വഞ്ചിക്കാൻ വേണ്ടി തൻ്റെ ലൈഫ് പാർട്ട്ണർ ശ്രമിക്കുന്നു എന്ന തോന്നലാണ് ഡെല്യൂഷൻസ് ഓഫ് ജലസി എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇത് നമുക്ക് ഒരു വടക്ക് നോക്കിയ യന്ത്രത്തിലെ അതിലേക്ക് തട്ടിച്ചു നോക്കാം അല്ലേ? അതിൽ അയാൾക്ക് തൻ്റെ ഭാര്യയെ സംശയമാണ്, അതിൽ നിന്നാണ് ആ ഒരു ഡെല്യൂഷൻ ഉണ്ടാകുന്നത്. സെറ്റല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇതിൽ 1, 2, 3 ടൈപ്പ് ഒരാളിൽ കാണാം എന്ന് പറഞ്ഞു. ദെൻ ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി, വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു ഡെല്യൂഷനാണ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി. ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുമ്പോൾ വലുത്, തനിക്ക് എന്തൊക്കെയോ വലിയ ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുക. ഇൻഡിവിജ്വൽ വിത്ത് grandiose delusions have irrational ideas regarding their own worth, talent, knowledge or power. തനിക്ക് വലിയ എന്തോ ശക്തിയുണ്ട്, തനിക്ക് വലിയ അറിവുകളുണ്ട്, തനിക്ക് എന്തോ സൂപ്പർ പവർ ഉണ്ട് എന്ന തോന്നലാണ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി. ചിലപ്പോൾ താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് തോന്നും, അല്ലെങ്കിൽ ഞാനൊരു സൂപ്പർ ഹീറോ, ഞാനൊരു സൂപ്പർമാൻ ആണെന്ന് തോന്നും. അത്തരം ചിന്തകളാണ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി. They may believe that they have a special relationship with famous persons, or grandiose delusions of a religious nature may lead to assumption of the identity of a great religious leader. ചിലപ്പോൾ അയാൾ കരുതും എനിക്ക് ഫേമസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ അയാൾ വിശ്വസിക്കും. ഇത് കള്ളം പറയുന്നതിനല്ലല്ലോ കേട്ടോ. ചില ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയും, ആ സംഗതിയല്ല. ഇയാൾ അങ്ങനെ വിശ്വസിക്കും, ഉറച്ചു വിശ്വസിക്കും. ഞാനും ട്രംപും അടുത്ത ആളുകളാണ് എന്ന് ഇയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്നത് ഞാൻ വലിയൊരു മത നേതാവാണ്, ഒരു ആൾ ദൈവമാണ് എന്ന ചിന്തകളൊക്കെ വരുന്നു. ഇതാണ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി. പാരനോയിഡ് സ്കിസോഫ്രീനിയയുടെ അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദെൻ മറ്റൊന്നാണ് ഹാലൂസിനേറ്ററി വോയിസസ്. ഹാലൂസിനേറ്ററി വോയിസ് കേൾക്കുക. that threaten or command the patient, or auditory hallucinations without verbal form such as whistling, humming and laughing. ഇപ്പോൾ ഹാലൂസിനേറ്ററി വോയിസസും ഈ ഒരു പാരനോയിഡ് സ്കിസോഫ്രീനിയയുടെ ലക്ഷണമാണ്. നമുക്കറിയാം, ഒരാൾക്ക് ഇല്ലാത്ത ശബ്ദം കേട്ടു എന്ന് തോന്നുക. അതൊരു പക്ഷേ ഒരാൾ സംസാരിക്കുന്നതായിട്ടായിരിക്കാം, ഒരാൾ ആ രോഗിയോട് എന്തോ പറയുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സംസാരമൊന്നും വേണമെന്നില്ല, ആരോ തന്നെ കളിയാക്കിച്ചിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വിസിലടിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മൂളുന്നതായിട്ടൊക്കെ തോന്നാം. ഓക്കെ അല്ലേ? ദെൻ അതർ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഡിസ്റ്റർബൻസ് ഓഫ് അഫക്റ്റ്. സോ അഫക്റ്റ് ഈസ് ലെസ് ദാൻ ഇൻ അതർ ഫോംസ് ഓഫ് സ്കിസോഫ്രീനിയ. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റർബൻസ് ഓഫ് അഫക്റ്റ്, ഇമോഷനിൽ വരുന്ന പ്രശ്നങ്ങൾ.
വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ മറ്റ് സ്കിസോഫ്രീനിയയെ അപേക്ഷിച്ചിടത്തോളം പാരനോയിഡ് സ്കിസോഫ്രീനിയയിലോ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറവാണ്. ദെൻ വോല്യേഷൻ, സ്പീച്ച് ആൻഡ് മോട്ടോർ ബിഹേവിയർ, അയാളുടെ പെരുമാറ്റത്തിലെ, അയാളുടെ സംസാരത്തിലേക്ക് പ്രശ്നങ്ങൾ. അപ്പോൾ അതെല്ലാം ഈ ഒരു സ്കിസോഫ്രീനിയയുടെ, പാരനോയിഡ് സ്കിസോഫ്രീനിയയുടെ അടയാളങ്ങളിൽ പെടുന്നു. പാരനോയിഡ് സ്കിസോഫ്രീനിയ ഹാസ് എ ഗുഡ് പ്രോഗ്നോസിസ് ഇഫ് ട്രീറ്റഡ് ഏർലി. അപ്പോൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ, ഏർലി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരളവോളം ഇതിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. പേഴ്സണാലിറ്റി ഡിറ്റോറിയേഷൻ ഈസ് മിനിമൽ ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് പേഷ്യൻസ് ആർ പ്രൊഡക്റ്റീവ് ആൻഡ് ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ്. അപ്പോൾ പാരനോയിഡ് സ്കിസോഫ്രീനിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഇത്തരം സ്കിസോഫ്രീനിയ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണാലിറ്റി ഡിറ്റോറിയേഷൻ, വ്യക്തിത്വത്തിൽ വ്യത്യാസം വരാൻ, ഒരു നോർമൽ ആയിരിക്കുന്ന സമയത്തുള്ള അയാളുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും വ്യത്യാസം വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ, മിനിമലാണ് കേട്ടോ, കുറവാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെ വ്യക്തിത്വത്തിലുള്ള വ്യത്യാസം വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല മറ്റ് മാനസിക രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രൊഡക്റ്റീവായിരിക്കും, കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു നോർമൽ ലൈഫിൽ തന്നെ ഇയാൾക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. നിങ്ങൾ ആ സിനിമയിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തെ ഓർത്താൽ മതി. അയാൾ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടുകാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതോടൊപ്പം അയാൾക്ക് ചില അസ്വസ്ഥതകളും നേരിടുന്നുണ്ട്. അപ്പോൾ അയാൾ സ്കിസോഫ്രീനിയയുടെ ആ ഒരു മൂർത്തഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, പാരനോയിഡ് സ്കിസോഫ്രീനിയ ആയതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഹെബിഫ്രേനിക് അല്ലെങ്കിൽ ഡിസ്ഓർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ കേട്ടോ. പേര് പഠിച്ചു വെക്കണം, ഹെബിഫ്രേനിക് സ്കിസോഫ്രീനിയ. അപ്പോൾ ഒന്നാമത്തേത് പാരനോയിഡാണ്. പാരനോയിഡ് കുഴപ്പമില്ലാതെ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇറ്റ് ഹാസ് ആൻ ഏർലി ആൻഡ് insidious onset and is often associated with poor pre-morbid personality. It has an early and insidious onset. ഈ അസുഖം ഗ്രാജ്വലി ആണ് ഉണ്ടാകുന്നത് കേട്ടോ. ഏർലി അത് സ്കിസോഫ്രീനിയയുടെ തുടക്കഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇൻസിഡിയസ് ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാജ്വലി ഉണ്ടായി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങി ഇത് വലുതാവുകയാണ് ചെയ്യുന്നത്. ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് പൂവർ പ്രീമോബിഡ് പേഴ്സണാലിറ്റി. മിക്കവാറും ഇത് വരുന്നത് പ്രീമോബിഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള സംഭവവികാസങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഈവൻറ്റ് ഒരാളെ അഫക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഹെബിഫ്രേനിക് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്. സോ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് മാർക്ക്ഡ് തോട്ട് ഡിസോർഡർ, ഇൻകഹറൻസ്, സീവിയർ ലോസനിങ് ഓഫ് അസോസിയേഷൻ ആൻഡ് എക്സ്ട്രീം സോഷ്യൽ ഇമ്പയർമെൻറ്റ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന താളപ്പിഴവുകൾക്കാണ് നമ്മൾ പ്രീ മോബിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കി വയ്ക്കുക, പ്രീ മോബിഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി ഉണ്ടാകുന്നതിന് മുന്നേ അയാളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ് പ്രീ മോബിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പ്രീ മോബിഡ് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹെബിഫ്രേനിക് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരാൾ നേരിടേണ്ടി വരുന്ന സമയത്ത് അയാളുടെ ജീവിതം മൊത്തത്തിൽ അങ്ങ് താറുമാറാകും അല്ലേ? സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അയാളുടെ ചിന്തകളിൽ പ്രശ്നം ഉണ്ടാകുന്നു, തോട്ട് ഡിസോർഡർ ഉണ്ടാകുന്നു, ഇൻകോഹറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ കേട്ടോ, ഇൻകോഹറൻസ് അഥവാ ഡിസ്ഓർഗനൈസ്ഡ്. സീവിയർ ലൂസനിങ് ഓഫ് അസോസിയേഷൻ, പരസ്പര ബന്ധമില്ലായ്മ, കാര്യങ്ങൾ തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമില്ലായ്മ. എക്സ്ട്രീം സോഷ്യൽ ഇമ്പയർമെൻറ്റ്, സാമൂഹിക കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഇയാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മതി. എല്ലാത്തിലും ഒരു ഡിസ്ഓർഗനൈസേഷൻ, ചിന്തയിലും പ്രവർത്തനങ്ങളിലും സാമൂഹിക ജീവിതങ്ങളിലും എല്ലാം ഇയാളുടെ പെരുമാറ്റങ്ങൾ താറുമാറാകുന്നു. സെറ്റല്ലേ? ദെൻ ഡെലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ് ആർ ഫ്രാഗ്മെൻ്ററി ആൻഡ് ചേഞ്ചബിൾ. അപ്പോൾ ഇവിടെയും ഡെലൂഷനും ഹാലൂസിനേഷനൊക്കെ
അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പല രീതിയിലേക്ക് മറിഞ്ഞ് ഡെല്യൂഷനും ഹാലൂസിനേഷനൊക്കെ ഉണ്ടാകും. സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ തന്നെ ഹാലൂസിനേഷനും എല്ലാം ഉണ്ടാകും. അതർ ഓഡിറ്റീസ് ഓഫ് ബിഹേവിയർ ഇൻക്ലൂഡ് സെൻസ്ലെസ് ഗിഗ്ലിംഗ്, മിറർ ഗേസിംഗ്, ഗ്രിമേസിംഗ്, മാനറിസംസ്, സോ ഓൺ. ദെൻ മറ്റു പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻസ്ലെസ് ഗിഗ്ലിംഗ്, അർത്ഥമില്ലാതെ എന്തൊക്കെയോ പിറുപിറുക്കുക, ശബ്ദങ്ങൾ ഉണ്ടാക്കുക, കണ്ണാടിയിൽ തുറച്ചു നോക്കുക. അതേപോലെ ഗ്രിമേസിംഗ് എന്ന് പറഞ്ഞാൽ മുഖത്ത് വളരെ വികൃതമായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടുവരിക, മാനറിസംസ്. അപ്പോൾ അത്തരം ഒരാൾക്ക് അയാളുടെ ചുറ്റുപാടും നമ്മുടെ എല്ലാ എക്സ്പ്രഷൻസും നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടിൻ്റെ പ്രതികരണമായിട്ടാണ് വരേണ്ടത് അല്ലേ. എന്നാൽ അങ്ങനെ അല്ലാതെ അർത്ഥരഹിതമായിട്ടുള്ള ചേഷ്ടകളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ മൊത്തത്തിൽ ഡിസ്ഓർഗനൈസ്ഡ് ആണെന്ന് ഓർക്കുക കേട്ടോ. ഹെബിഫ്രനിക് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഡിസ്ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ അയാളുടെ കാര്യങ്ങൾ മൊത്തത്തിൽ ഡിസ്ഓർഗനൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ദ കോഴ്സ് ഈസ് ക്രോണിക്. ഈ ഒരു അസുഖം ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ്. ദെൻ പ്രോഗ്രസീവ്ലി ഡൗൺ ഹിൽ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് റെമിഷൻസ്. ചിലപ്പോൾ ആ അസുഖം ചിലപ്പോൾ താഴോട്ട് വരും, എന്നാൽ രോഗത്തിൽ വലിയൊരു മുക്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് റെമിഷൻസ്, പെട്ടെന്നൊരു റിക്കവറി ഒന്നും ഉണ്ടാവില്ല. റിക്കവറി ക്ലാസിക്കലി നെവർ ഒക്യൂസ്. അപ്പോൾ ഇവിടെ ഒരു റിക്കവറി ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ഇറ്റ് ഹാസ് വൺ ഓഫ് ദ വേസ്റ്റ് പ്രോഗ്നോസിസ് എമംഗ് ഓൾ ദ സബ് ടൈപ്സ്. നമ്മുടെ സ്കിസോഫ്രീനിയ സബ് ടൈപ്സിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള, രോഗം മാറാനുള്ള സാധ്യത വളരെ കുറഞ്ഞ ഒരു ടൈപ്പ് ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ തന്നെ ലോങ് ടേം ആണ്. ചിലപ്പോൾ ഇത് ഒന്ന് ഉയർന്നും താഴ്ന്നൊക്കെ നിൽക്കും, പക്ഷേ എന്തുണ്ടാവില്ല, രോഗത്തിൽ നിന്നുള്ള ഒരു റെമിഷൻ, ഒരു മുക്തി ഉണ്ടാകില്ല. അസുഖം പൂർണ്ണമായിട്ട് മാറുന്നൊരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സ്കിസോഫ്രീനിയാണ് ഹെബിഫ്രീനിക് കേട്ടോ. ഹെബിഫ്രീനിക് ഡേഞ്ചറസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യത കുറവാണ്. ദെൻ അടുത്തത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. കാറ്ററ്റോണിക് അഥവാ കാറ്റ ഡിസ്റ്റർബ്ഡ് സ്കിസോഫ്രീനിയ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മാർക്ക്ഡ് ഡിസ്റ്റർബൻസ് ഓഫ് മോട്ടോർ ബിഹേവിയർ. കൃത്യമായിട്ടും ഓർത്ത് വെക്കണം, നമ്മുടെ ചലനത്തിൽ വരുന്ന പ്രശ്നമാണ്. കാറ്ററ്റോണിക് എന്ന് പറയുമ്പോൾ തന്നെ ചലനപരമായിട്ടുള്ള ഒരു ഡിസോർഡറാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാറ്ററ്റോണിക് അഥവാ കാറ്റ ഡിസ്റ്റർബ്ഡ്. കാറ്റ എന്ന് പറഞ്ഞാൽ മോട്ടോർ ഡിസ്റ്റർബൻസ്, നമ്മുടെ ചലനത്തിൽ വരുന്ന പ്രശ്നമാണ്. ദിസ് മേ ടേക്ക് ദ ഫോം ഓഫ് കാറ്ററ്റോണിക് stupor, catatonic excitement, catatonic alternating between excitement and stupor. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോമാണുള്ളത്, കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പറും കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റും. അത് തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ പറയും കേട്ടോ. അപ്പോൾ കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പർ, എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മിക്സ്ചർ, കാറ്ററ്റോണിയ ആൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റ്യൂപ്പർ. അപ്പോൾ കാറ്ററ്റോണിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോർക്കുക, മോട്ടോർ ബിഹേവിയറിൽ വരുന്ന ഡിസ്റ്റർബൻസ് ആണ്. സെറ്റ് അല്ലേ? സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എക്സൈറ്റഡ് കാറ്ററ്റോണിയ അഥവാ കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ. അപ്പോൾ എന്താണ് കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ്? ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിലാവുക, അതാണ് കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടിയില്ലേ? സ്റ്റൂപ്പർ എന്ന് പറയുമ്പോൾ സാധാരണ ഉള്ളതുപോലെ നമുക്ക് നമ്മുടെ ചലനങ്ങൾ നടക്കാതിരിക്കുക. സോ ഇൻക്രീസ് ഇൻ സൈക്കോമോട്ടർ ആക്ടിവിറ്റി. കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചലനങ്ങൾക്ക് വേഗത കൂടുന്നു, സാധാരണ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ വേഗത. റേഞ്ചിങ് ഫ്രം റെസ്റ്റ്ലെസ്നെസ്, അടങ്ങിയിരിക്കാൻ കഴിയില്ല, അജിറ്റേഷൻ, എപ്പോഴും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരിക്കും അല്ലേ, എന്തൊക്കെയോ ഒരു നീരസമായിരിക്കും, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അഗ്രസീവ്നെസ്, ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കും, ടു ആ ടൈംസ് വയലൻറ്റ് ബിഹേവിയർ. അപ്പോൾ ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കും കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. ദെൻ ഇൻക്രീസ് ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. അങ്ങനെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും അല്ലേ. ചില ആളുകൾക്ക് മാനസിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സംസാരം സ്പീഡാകും, സാധാരണ ഉള്ളതിനേക്കാൾ സംസാരം സ്പീഡാകുന്നു. എന്നാൽ ലൂസണിങ് ഓഫ് അസോസിയേഷൻസ് ആൻഡ് ഫ്രാങ്ക് ഇൻകഹറൻസ്, പറയുന്ന കാര്യങ്ങൾക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല അല്ലെ. ഫ്രാങ്ക് ഇൻകഹറൻസ്, ഒരു ഡിസ്ഓർഗനൈസേഷൻ. ഇൻകഹറൻസ് എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പില്ലായ്മ ഉണ്ടാകുന്നു. സംടൈംസ് എക്സൈറ്റ്മെൻറ്റ് ബിക്കംസ് വെരി സീവിയർ ആൻഡ് ഈസ് അക്കമ്പനിഡ് ബൈ റിജിഡിറ്റി, ഹൈപ്പർതേർമിയ ആൻഡ് ഡീഹൈഡ്രേഷൻ ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ഡെത്ത്. ചിലപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് അത് ഫിസിക്കൽ പ്രോബ്ലംസിലേക്ക് വരും.
ഹൈപ്പർതേമിയ അല്ലേ, ഹൈപ്പർതേമിയ, ഡീഹൈഡ്രേഷൻ പോലുള്ള ഫിസിക്കൽ പ്രോബ്ലംസിലേക്ക് വരികയും അത് കാരണമായിട്ട് മരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഡീഹൈഡ്രേഷൻ, ഹൈപ്പർതേമിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മരണം പോലും സംഭവിക്കാം. അപ്പോൾ അപകടകാരിയാണ് കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ജീവൻ കളയാൻ മാത്രം അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇറ്റ് ഈസ് ദെൻ നോൺ ആസ് അക്യൂട്ട് ലിതൽ കാറ്ററ്റോണിയ ഓർ പെർനീഷ്യസ് കാറ്ററ്റോണിയ. ദെൻ ഇതിന് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റിൻ്റെ മറ്റ് 2 പേരുകളാണ് അക്യൂട്ട് ലിതൽ കാറ്ററ്റോണിയ, പെർനീഷ്യസ് കാറ്ററ്റോണിയ. അപ്പോൾ പേര് പഠിച്ചു വയ്ക്കുക. കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റിൻ്റെ മറ്റു 2 പേരുകളാണ് അക്യൂട്ട് ലെതൽ കാറ്ററ്റോണിയ, പെർനീഷ്യസ് കാറ്ററ്റോണിയ. അപ്പോൾ ഇതെല്ലാം തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള പ്രവർത്തനം എന്നതിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് കേട്ടോ ലെതൽ, പെർനീഷ്യസ് എന്നൊക്കെ പറയുന്നത്. സെറ്റല്ലേ? ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് റിട്ടാർഡഡ് കാറ്ററ്റോണിയ അഥവാ കാറ്ററ്റോണിക് സ്റ്റൂപ്പർ. അപ്പോൾ കാറ്ററ്റോണിക് സ്റ്റൂപ്പറിൻ്റെ മറ്റൊരു പേരാണ് റിട്ടാർഡഡ്. റിട്ടാർഡ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളത് എന്നാണ്. അബ്നോർമൽ എന്നൊക്കെയാണ്. അബ്നോർമൽ അല്ല, ഒരു മന്ദഗതിയിലുള്ളത്, മാന്ദ്യമുള്ളത് കേട്ടോ. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ മാന്ദ്യമുള്ളത്, ഒരു പ്രശ്നമുള്ള, കുറവുള്ള, എന്തോ ഒരു ഡെഫിഷ്യൻസിയുള്ള കാറ്ററ്റോണിയ. അപ്പോൾ പ്രവർത്തനങ്ങൾ സാധാരണയുള്ള പ്രവർത്തനങ്ങളെക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ പ്രവർത്തനമാണ്. ഇവിടെ അയാൾക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ മ്യൂട്ടിസം. മ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കില്ല, ആബ്സെൻസ് ഓഫ് സ്പീച്ച്, ആൾ സംസാരിക്കുന്നില്ല. ദെൻ റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ ആണെങ്കിൽ അവിടെ തന്നെ സ്റ്റക്ക് ചെയ്തിരിക്കും. മെയിൻ്റനൻസ് ഓഫ് റിജിഡ് പോസ്റ്റർ അഗെയിൻസ്റ്റ് എഫേർട്സ് ടു ബി മൂവ്ഡ്. ഏതെങ്കിലും ഒരു നിശ്ചിത പോസ്റ്ററിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ പ്രത്യേകിച്ച് അനക്കൊന്നും ഉണ്ടാകാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതാണ് റിജിഡിറ്റി കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് റിജിഡ് പോസ്റ്റർ അഗെയിൻസ്റ്റ് എഫേർട്സ് ടു ബി മൂവ്ഡ്. ഒരു നിശ്ചിത പോസ്റ്ററിൽ നിന്ന് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചലിക്കാൻ കഴിയാതെ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കൈപ്പൊക്കി നിൽക്കുന്നു. ദെൻ അങ്ങനെ തന്നെ കുറേ സമയം നിൽക്കും. ആ ഒരു പൊസിഷനിൽ നിന്ന് അയാൾക്ക് മാറാൻ കഴിയില്ല കേട്ടോ. അതൊക്കെ കാറ്ററ്റോണിക് സ്റ്റൂപ്പർ. സ്റ്റോപ്പായി പോകുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കാറ്ററ്റോണിക് സ്റ്റൂപ്പർ അഥവാ സ്റ്റോപ്പായി പോകുന്നു എന്നോർക്കുക. ദെൻ നെഗറ്റിവിസം. നെഗറ്റിവിസം എന്ന് പറഞ്ഞാൽ എ മോട്ടീവ്ലെസ് റെസിസ്റ്റൻസ് ടു ഓൾ കമാൻഡ്സ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ബി മൂവ്ഡ് ഓർ ഡൂയിങ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. നെഗറ്റീവായിട്ട് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുക. എ മോട്ടീവ്ലെസ് റെസിസ്റ്റൻസ് ടു ഓൾ കമാൻഡ്സ്. അയാൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കെല്ലാം നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ വിപരീതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടീവില്ല, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അയാളോട് പറയുന്നതിന് നേരെ നെഗറ്റീവായിട്ട് ചെയ്യുക അല്ലേ. അറ്റംപ്റ്റ്സ് ടു ബി മൂവ്ഡ്. അയാളോട് ചലിക്കാൻ പറഞ്ഞാൽ ചലിക്കില്ല, അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ചലിക്കും. ഓർ ഡൂയിങ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുക. നെഗറ്റീവിസം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന രീതി. ദെൻ പോസ്റ്ററിങ്. അയാളുടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആംഗ്യവിക്ഷേപം എന്നാണ്. ഒരു നിശ്ചിത രീതിയിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത രീതിയിൽ നിന്നാൽ അങ്ങനെ തന്നെ നിൽക്കുക. വോളണ്ടറി അസംഷൻ ഓഫ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ആൻഡ് ഓഫ് ആൻ ബിസർവ് പോസ്റ്റർ ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. ഒരുപാട് സമയം ഒരു നിശ്ചിത പോസ്റ്ററിൽ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക. നമ്മൾ ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ചില പിക്ചേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഒരു പോസ്റ്ററിൽ നിന്നാൽ അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുക. പ്രത്യേകിച്ചും വിസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഒരു അതിശയം തോന്നുന്ന, അമ്പരപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ, വളരെ വിരൂപമായിട്ടുള്ള ഒരു പോസ്റ്ററിൽ അനങ്ങാതെ തന്നെ നിൽക്കുക. അപ്പോൾ കാറ്ററ്റോണിക് സ്റ്റൂപ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രവർത്തനങ്ങളെക്കാൾ മന്ദഗതിയിലാവുക, പ്രവർത്തനങ്ങൾ ഡിക്രീസ് ആവുക. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദെൻ സ്റ്റൂപ്പർ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഡസ് നോട്ട് റിയാക്ട് ടു ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് അപ്പിയേഴ്സ് ടു ബി അൺഅവെയർ ഓഫ് ദം. തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. തൻ്റെ ചുറ്റുപാടും ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പോലും അയാൾക്കറിയാതെ പ്രതികരിക്കാതിരിക്കുക. ദെൻ എക്കോലാലിയ. ഈ ടേംസ് എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ചിലതൊക്കെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ. എക്കോലാലിയ ഓർമ്മയില്ല? എക്കോലാലിയ എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ ഓർ മിമിക്കിംഗ് ഓഫ് ഫ്രൈസസ് ഓർ വേർഡ്സ് ഹിയേർഡ്. കേട്ട പദങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എക്സാമിനർ പറയുന്ന കാര്യങ്ങൾ അയാൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് എക്കോലാലിയ. അപ്പോൾ എക്കോലാലിയ എന്ന് പറഞ്ഞാൽ കേട്ട ശബ്ദങ്ങൾ.
അല്ലെങ്കിൽ കേട്ട വാക്കുകൾ ഇയാൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എക്കോലാലിയ ഏതിൻ്റെ ലക്ഷണമാണ്? കാറ്ററ്റോണിക് സ്റ്റൂപ്പറിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചറാണ്. ദെൻ എക്കോപ്രാക്സിയ. അപ്പോൾ ഇവിടെ എക്കോലാലിയ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് റിപ്പീറ്റ് ചെയ്യുക എന്നാണ് അല്ലേ. നമ്മൾ എക്കോ എന്ന് പറഞ്ഞ സാധനം എന്താ? നമ്മൾ പ്രതിധ്വനി എന്ന് പറയുന്ന സാധനം, നമ്മളൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു വരിക. അപ്പോൾ എക്കോലാലിയയിൽ ലാംഗ്വേജ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ എക്കോപ്രാക്സിയയിൽ ആക്ഷനാണ് കേട്ടോ. പ്രാക്സിയ എന്ന പദം പെർഫോമൻസിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന സാധനമാണ് കേട്ടോ. പെർഫോമൻസിനെ അല്ലെങ്കിൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന സാധനമാണ് എക്കോപ്രാക്സിയ. സോ റിപ്പീറ്റേഷൻ ഓർ മിമിക്കിംഗ് ഓഫ് ആക്ഷൻസ് ഒബ്സർവ്ഡ്. അയാൾ കാണുന്ന ആക്ഷൻസ് എന്ത് ചെയ്യുക, മിമിക് ചെയ്യുക. മറ്റൊരാൾ ചെയ്യുന്നത് ഇയാൾ നോക്കി നിൽക്കുന്നു, ദെൻ അതേപോലെ ഇയാൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ട്രാഫിക് പോലീസ് ഇങ്ങനെ കൈ കാണിക്കുന്നത് ഇയാൾ നോക്കി നിൽക്കും, പിന്നീട് മണിക്കൂറുകളോളം ഇയാൾ അതേ ആക്ഷൻ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എക്കോപ്രാക്സിയ. വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. എക്കോലാലിയ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുക. എക്കോപ്രാക്സിയ പെർഫോമൻസ്, അയാൾ കാണുന്ന പെർഫോമൻസ് ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുക. സെറ്റല്ലേ? ദെൻ അടുത്തത് വാക്സി ഫ്ലെക്സിബിലിറ്റി. കണ്ടോ, ഓരോ ടേമും പഠിച്ചു വെക്കണേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാറ്ററ്റോണിക് സ്റ്റൂപ്പറിൻ്റെ ഫീച്ചേഴ്സാണ്. പുതിയ ടേംസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് പാർട്സ് ഓഫ് ബോഡി ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ പൊസിഷൻസ് ദാറ്റ് വിൽ ബി മെയിൻറ്റൈൻഡ് ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം ഈവൻ ഇഫ് വെരി അൺകംഫർട്ടബിൾ. സോ ഇയാളുടെ ബോഡി ആ ഒരു നിശ്ചിത പോസ്റ്ററിൽ ഒരുപാട് സമയം അനങ്ങാതെ സ്റ്റക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും അത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും. വാക്സി എന്ന് പറഞ്ഞാൽ എന്താ? മെഴുക് അല്ലേ. അപ്പോൾ ഒരു മെഴുകിനെ പോലെ, ഒരു മെഴുക് പ്രതിമയെ പോലെ ഇയാൾ അനങ്ങാതെ നിൽക്കുക. ചിലപ്പോൾ ഒറ്റക്കാലിലൊക്കെ ആയിരിക്കും ആൾ നിൽക്കുക അല്ലെ. ഒറ്റക്കാലിൽ ഇങ്ങനെ അനങ്ങാതെ കുറേ സമയം നിൽക്കുക. അതിനാണ് വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് നമ്മുടെ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയയുടെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ കുറേയധികം ടേംസ് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടും ഓർത്ത് വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്. ദെൻ നമുക്ക് അടുത്ത സ്കിസോഫ്രീനിയയിലേക്ക് വരാം. പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ഇൻ സ്കിസോഫ്രീനിയ. ദെൻ പ്രോഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിൻ്റെ ഔട്ട്കം ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്കിസോഫ്രീനിയയുടെ റിസൾട്ട് അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരാൻ സാധ്യതയുള്ള സംഗതികളാണ് പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ഇൻ സ്കിസോഫ്രീനിയ. ആംബിറ്റൻഡൻസി എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക കേട്ടോ. എ കോൺഫ്ലിക്റ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു. ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റിനാണ് ആംബിറ്റൻഡൻസി. അപ്പോൾ കാര്യങ്ങൾ തന്നോട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യണോ അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണോ എന്നുള്ള തോന്നലാണ്. അപ്പോൾ ഈ ഒരു സ്കിസോഫ്രീനിയയുടെ ഈ ഒരു അസുഖത്തിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന സംഗതികളാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ഇൻ സ്കിസോഫ്രീനിയ. ആംബിറ്റൻഡൻസി എന്ന് പറഞ്ഞാൽ എ കോൺഫ്ലിക്റ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു. എക്സാമ്പിൾ, ആൻ ആസ്കിങ് ടു പുട്ട് ഔട്ട് ടങ്, ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി പ്രൊട്രൂഡഡ് ബട്ട് ടേക്കൺ ബാക്ക് അഗെയിൻ. അപ്പോൾ ഒരാളോട് നാവ് പുറത്തേക്ക് ഇടാൻ പറയുക. അപ്പോൾ അയാൾ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്ക് വലിക്കുന്നു. കാരണം അയാൾക്ക് ഒരു കോൺഫ്ലിക്റ്റ്, അങ്ങനെ ചെയ്യണോ വേണ്ടയോ. അപ്പോൾ തന്നോട് പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റാണ് ആംബിറ്റൻഡൻസി. സെറ്റല്ലേ? ദെൻ ഓട്ടോമാറ്റിക് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അനുസരണ. ഒബേയ്സ് എവ്രി കമാൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നാച്ചർ. ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് തനിക്ക് അപകടം ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ തനിക്ക് നല്ലതാണോ ഒന്നും ചിന്തിക്കാതെ അനുസരിക്കുക. സെറ്റല്ലേ? ദെൻ റെസിഡ്യൂവൽ സ്കിസോഫ്രീനിയ. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് സ്കിസോഫ്രീനിയ, നമ്മൾ ഈ പറയപ്പെട്ട സ്കിസോഫ്രീനിയയുടെ റിസൾട്ടായിട്ട് ഒരു രോഗിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ആംബിറ്റൻഡൻസി എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം. ഇനി മറ്റൊരു ഫാക്ടറാണ് ഓട്ടോമാറ്റിക് ഒബീഡിയൻസ്. പറയുന്നത് എന്താണോ അത് അതേപോലെ അനുസരിക്കാനുള്ള പ്രവണത കേട്ടോ. അപ്പോൾ പല ആളുകളിലും പല തരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓർത്തിരിക്കുക, ആംബിറ്റൻഡൻസി എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഓട്ടോമാറ്റിക് ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പറയുന്ന കമാൻഡ് അതേപടി അനുസരിക്കുക. സെറ്റല്ലേ? അപ്പോൾ
ഇപ്പം ഇത് സ്കിസോഫ്രീനിയ, മേൽ പറയപ്പെട്ട സ്കിസോഫ്രീനിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് രോഗിയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. സെറ്റല്ലേ? സോ നമുക്ക് അടുത്തൊരു സബ് ടൈപ്പിലേക്ക് വരാം, റെസിജ്വൽ സ്കിസോഫ്രീനിയ. അപ്പോൾ നമ്മൾ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ പറഞ്ഞു. then അടുത്തൊരു സബ് ടൈപ്പാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ. എന്താണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ? സിംറ്റംസ് ഓഫ് റെസിജ്വൽ സ്കിസോഫ്രീനിയ ഇൻക്ലൂഡ് ഇമോഷണൽ ബ്ലണ്ടിങ്, എക്സെൻട്രിക് ബിഹേവിയർ, ഇല്ലോജിക്കൽ തിങ്കിങ്, സോഷ്യൽ വിത്ഡ്രോയൽ ആൻഡ് ലൂസണിങ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇമോഷണൽ ബ്ലണ്ടിങ്, പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ഉണ്ടാകാത്ത അവസ്ഥ, അപ്പോൾ അത് ഇമോഷണൽ ഡിസോർഡർ ഉണ്ടാകുന്നു. ദെൻ എക്സെൻട്രിക് ബിഹേവിയർ, പെരുമാറ്റത്തിൽ എക്സെൻട്രിസിറ്റി, എക്സ്ട്രീമായിട്ട് ഉള്ള പെരുമാറ്റം. ഇലോജിക്കൽ തിങ്കിങ്, യുക്തിക്ക് നിരക്കാത്ത ചിന്തകൾ. സോഷ്യൽ വിത്ഡ്രോയൽ, സമൂഹത്തിൽ നിന്നും പിന്തിരിയുന്ന അവസ്ഥ, ഉൾവലിവ് അല്ലെ, സമൂഹത്തിൽ നിന്നും ഉൾവലിയല. ലൂസണിങ് ഓഫ് അസോസിയേഷൻ, ചെയ്യുന്ന കാര്യങ്ങളിൽ, ചിന്തിക്കുന്ന കാര്യങ്ങളിൽ, പറയുന്ന കാര്യങ്ങളിലൊന്നും പരസ്പര ബന്ധമില്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ. ദിസ് കാറ്റഗറി ഷുഡ് ബി യൂസ്ഡ് വെൻ ദെയർ ഹാസ് ബീൻ അറ്റ്ലീസ്റ്റ് വൺ എപ്പിസോഡ് ഓഫ് സ്കിസോഫ്രീനിയ ഇൻ ദ പാസ്റ്റ് ബട്ട് വിത്തൗട്ട് പ്രൊമിനൻറ്റ് സൈക്കോട്ടിക് സിംറ്റംസ് അറ്റ് പ്രസൻറ്റ്. സോ ഈ ഒരു കാറ്റഗറി സ്കിസോഫ്രീനിയ നമ്മൾ ഒരാളിലുണ്ട് എന്ന് പറയുന്നത് ഇയാൾക്ക് മുമ്പ് ഒരു തവണ വൺ എപ്പിസോഡ് ഓഫ് സ്കിസോഫ്രീനിയ എങ്കിലും ഉണ്ടായിരിക്കണം. ദെൻ ബട്ട് വിത്തൗട്ട് പ്രൊമിനൻറ്റ് സൈക്കോട്ടിക് സിംറ്റംസ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ മുൻപ് അയാൾക്ക് സ്കിസോഫ്രീനിയ വൺ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കിസോഫ്രീനിയ ഉണ്ടായി, അതിൻ്റെ ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാവും. ആ രോഗം നീണ്ടു നിൽക്കുന്ന ആ ഒരു നിശ്ചിത കാലയളവ് അയാൾക്ക് സ്കിസോഫ്രീനിയ വന്നു, അത് അയാൾ അതിജയിക്കുകയും ചെയ്തു, സർവൈവ് ചെയ്യുകയും ചെയ്തു. നിലവിൽ അയാളിൽ എന്തില്ല? സൈക്കോട്ടിക് സിംറ്റംസ് ഒന്നും ഇല്ല. പിന്നീട് അയാളിൽ ഈ പറയപ്പെട്ട രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും അയാളിൽ റെസിജ്വൽ സ്കിസോഫ്രീനിയാണ് ഉള്ളത് എന്ന് പറയും. സോ ദിസ് കാറ്റഗറി ഷുഡ് ബി യൂസ്ഡ് വെൻ ദർ ഹാസ് ബീൻ അറ്റ്ലീസ്റ്റ് വൺ എപ്പിസോഡ് സ്കിസോഫ്രീനിയ ഇൻ ദ പാസ്റ്റ്. മുമ്പ് ഒരു കാലയളവിൽ സ്കിസോഫ്രീനിയ വന്നു പോയിട്ടുണ്ട്. നിലവിൽ സ്കിസോഫ്രീനിയയുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോട്ടിക് സിംറ്റംസ്, വലിയ സിംറ്റംസ് ഒന്നും ഇല്ല. ദെൻ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഇമോഷണൽ ബ്ലണ്ടിങ്, എക്സെൻട്രിക് ബിഹേവിയർ, ഇല്ലോജിക്കൽ തിങ്കിങ്, സോഷ്യൽ വിത്ഡ്രോവൽ, ലൂസണിങ് ഓഫ് അസോസിയേഷൻ അടക്കമുള്ള സിംറ്റംസ് കാണിച്ചു തുടങ്ങിയാൽ നമ്മൾ പറയും അയാൾക്ക് റെസിജ്വൽ സ്കിസോഫ്രീനിയ ആണ്. അപ്പോൾ ഈ ഒരു ടേം പഠിച്ച് വെച്ചിരിക്കുക. പാസ്റ്റിൽ ഒരു എപ്പിസോഡ് സ്കിസോഫ്രീനിയ വന്നു പോയിട്ടുണ്ട്. നിലവിൽ ആ പാസ്റ്റിൽ വന്ന സ്കിസോഫ്രീനിയയുടെ അടയാളങ്ങളില്ല. പിന്നീട് അയാളിൽ കണ്ടു തുടങ്ങുന്നത് ഈ മേൽ പറയപ്പെട്ട തരത്തിലുള്ള സിംറ്റംസ് ആണെങ്കിൽ നമ്മൾ പറയും റെസിജ്വൽ സ്കിസോഫ്രീനിയ ആണ് എന്ന് പറയും. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണ്? മുമ്പ് വന്നു പോയിട്ടുണ്ട്, ഒരു എപ്പിസോഡ് വന്നു പോയിട്ടുണ്ട്. ദെൻ അടുത്ത ടൈപ്പാണ് അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ. Undifferentiated schizophrenia. This category is diagnosed either when features of no subtype are fully present or features of more than one subtype are exhibited. ഈ ഒരു സബ് ടൈപ്പ് അൺഡിഫറൻഷിയേറ്റഡ്, നമുക്ക് പ്രത്യേകിച്ച് ഏത് ടൈപ്പാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം തന്നെ. അൺഡിഫറൻഷിയേറ്റഡ്, ഏത് ടൈപ്പ് സ്കിസോഫ്രീനിയ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ അയാളുടെ സ്കിസോഫ്രീനിയയെക്കുറിച്ച് പറയും അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ ആണ്. സോ ദിസ് കാറ്റഗറി ഈസ് ഡയഗ്നോസ്ഡ് എയ്തർ വെൻ നോ സബ് ടൈപ്സ്, ഏതെങ്കിലും ഒരു സബ് ടൈപ്പിൻ്റെ ഫീച്ചേഴ്സ് അയാളിൽ മൊത്തത്തിൽ പ്രസൻ്റ് അല്ല, അതുമല്ലെങ്കിൽ ഒന്നിലധികം സബ് ടൈപ്പുകൾ, അല്ലെ, ഒന്നിലധികം സബ് ടൈപ്പുകളുടെ ഫീച്ചേഴ്സ് ഒരാളിലുണ്ട്. സോ ഒന്നെങ്കിൽ അയാളിൽ ഒരു സബ് ടൈപ്പിൻ്റെ സിംറ്റംസ് പൂർണ്ണമായിട്ടും ഇല്ല, അല്ലെങ്കിൽ ഒന്നിലധികം സബ് ടൈപ്പുകളുടെ സിംറ്റംസ്, ഫീച്ചേഴ്സ് ഒരാളിലുണ്ട് എങ്കിൽ നമ്മൾ പറയും അയാൾക്കുള്ളത് അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ. അപ്പോൾ നിശ്ചിതമായിട്ട് ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ദെൻ അടുത്തത് സിമ്പിൾ സ്കിസോഫ്രീനിയ. It is characterized by an early and insidious onset, progressive course, presence of characteristics, negative symptoms, vague hypochondriacal features, wandering tendency, self-absorbed idleness and aimless activity. അപ്പോൾ ഈ ഒരു സ്കിസോഫ്രീനിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മിക്കവാറും കുറച്ച് ഇമോഷണലി മാത്രമല്ല പ്രവർത്തന സംബന്ധമായിട്ട് കുറച്ച് മന്ദഗതിയിലായിരിക്കും. സോ ഈ ഒരു അസുഖം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമേണ ഉണ്ടായി. ആദ്യം ഒരു ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് ഒരാളിൽ ആദ്യം തന്നെ കാണപ്പെടുന്ന, ഗ്രാജ്വലി ഉണ്ടായി പുരോഗമിച്ചു വരുന്ന ഒരു സ്കിസോഫ്രീനിയാണ്.
ദെൻ പ്രസൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് നെഗറ്റീവ് സിംറ്റംസ്, ഇയാളിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇമോഷൻസിൽ വരുന്ന ബ്ലണ്ടിങ്, ഇമോഷൻസ് പ്രോപ്പറായിട്ട് വരുന്നില്ല, പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന തരത്തിലുള്ള നെഗറ്റീവ് സിംറ്റംസ്. സ്കിസോഫ്രീനിയയ്ക്ക് പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും ഉണ്ട്. അതിലെ നെഗറ്റീവ് സിംറ്റംസ് ആണ് ഇയാളിൽ ഉണ്ടാവുക. ദെൻ വേഗ് ഹൈപ്പോകോൺട്രിക്കൽ ഫീച്ചേഴ്സ്, തനിക്ക് എന്തോ അസുഖമുണ്ട്, അങ്ങനെ നിരന്തരം ഡോക്ടറിനെ കാണാനുള്ള ടെൻഡൻസി. അതാണ് ഹൈപ്പോകോൺട്രിയാക്കൽ ഫീച്ചേഴ്സ്. ഹൈപ്പോകോൺട്രിയാക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടോ, തനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്ന തോന്നലാണ്. അപ്പോൾ അത്തരം തോന്നലുണ്ടാകും. വാൻറ്ററിങ് ടെൻഡൻസി, ഇങ്ങനെ എന്തോ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു രീതി. സെൽഫ് അബ്സോർബ്ഡ് ഐഡിൽനെസ്, ഒരു മടി, ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജ്ജമില്ലായ്മ. എയിംലെസ് ആക്ടിവിറ്റി, ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യും പക്ഷെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ലക്ഷ്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് സിമ്പിൾ സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ സിമ്പിൾ സ്കിസോഫ്രീനിയ ഒരാളിൽ ഒരു മെൻ്റൽ ഡിസോർഡറിൻ്റെ തുടക്കകാലത്തിൽ കാണപ്പെടുന്ന, ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡറാണ്. ദെൻ ഈ ഒരു ഡിസോർഡർ വന്നാൽ ഇയാളിൽ ഉണ്ടാകുന്നത് നെഗറ്റീവ് സിംറ്റംസ് ആണ് കേട്ടോ, നെഗറ്റീവ് സിംറ്റംസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇമോഷൻസ് കൃത്യമായിട്ട് ഉണ്ടാകില്ല, പറയുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല, ചിന്തകൾ കൃത്യമായിട്ട് നടക്കില്ല, സമൂഹത്തിൽ ഇടപെട്ട് സംസാരിക്കാനും ഇടപെടാനുമുള്ള കഴിവുണ്ടാകില്ല. അതൊക്കെയാണ് നെഗറ്റീവ് സിംറ്റംസിൽ വരുന്നത്. ദെൻ അയാൾക്ക് എപ്പോഴും എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്ന തോന്നൽ, അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള പ്രവണത, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ലാത്ത പ്രവർത്തനം, ഒരു മടി. ഇതൊക്കെയാണ് ഒരു ഐഡിൽനെസ് എന്ന് പറഞ്ഞാൽ മടി, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മടി. ഇതൊക്കെയാണ് സിമ്പിൾ സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം റെസിജ്വൽ സ്കിസോഫ്രീനിയ ഇൻ ദാറ്റ് there never has been an episode with all the typical psychotic symptoms. സോ സിമ്പിൾ സ്കിസോഫ്രീനിയയും റെസിജ്വൽ സ്കിസോഫ്രീനിയയും തമ്മിലുള്ള വ്യത്യാസം, റെസിജ്വൽ നമ്മൾ പറഞ്ഞു അയാൾക്ക് പാസ്റ്റിൽ ഒരു എപ്പിസോഡ് സ്കിസോഫ്രീനിയ ഉണ്ടായിട്ടുണ്ടാകും, ഒരു നിശ്ചിത കാലയളവിൽ സ്കിസോഫ്രീനിയ ഉണ്ടായിട്ടുണ്ടാകും. ഇവിടെ സിമ്പിൾ സ്കിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് എന്തുണ്ടായിട്ടുണ്ടാവില്ല, അയാളുടെ ഹിസ്റ്ററിയിൽ പാസ്റ്റിൽ ഒരു എപ്പിസോഡ് ഓഫ് സ്കിസോഫ്രീനിയ ഉണ്ടാവില്ല. സെറ്റല്ലേ? ദ പ്രോഗ്നോസിസ് ഈസ് വെരി പുവർ. ഈ ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന അയാളുടെ ഔട്ട്കം വളരെ മോശമായിരിക്കും കേട്ടോ. പ്രോഗ്നോസിസ് വളരെ മോശമായിരിക്കും. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദെൻ അവസാനത്തെ ടൈപ്പാണ് പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ. Depressive features develop in the presence of residual or active features of schizophrenia and are associated with an increased risk of suicide. ഒരാളിൽ റെസിജ്വൽ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കിസോഫ്രീനിയ ഉണ്ടായി, അതിൻ്റെ ഫലമായിട്ട് അയാളിൽ ഡിപ്രഷൻ വരികയാണ്. അപ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ടായത് കാരണമായിട്ട് ഒരാളിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു. അതാണ് പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ. ആദ്യം ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നു, ആ സ്കിസോഫ്രീനിയ ഉണ്ടായത് കാരണമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നു. സോ ഈ ഒരു ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്യൂയിസൈഡ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. ഡിപ്രഷൻ ഉണ്ടാകാൻ പല കാരണമുണ്ട് അല്ലേ, പല കാരണങ്ങളുണ്ട്. അപ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ടായത് കാരണമായിട്ട് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടായാൽ അയാളിൽ സ്യൂയിസൈഡിനുള്ള റിസ്ക് കൂടുതലാണ്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കിസോഫ്രീനിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചികിത്സകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. സോ അടുത്തതായിട്ട് കോഴ്സ് ആൻഡ് പ്രോഗ്നോസിസ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിൻ്റെ പ്രോഗ്രസ് ആണ്, ഒരു അസുഖം പ്രോഗ്രസ് ചെയ്ത് വരുന്നതിനാണ് കോഴ്സ് എന്ന് പറയുന്നത്. പ്രോഗ്നോസിസ് ആ അസുഖം ഉണ്ടായതിൻ്റെ റിസൾട്ടായിട്ട് എന്തൊക്കെ വരുന്നു, ആ അസുഖത്തിൻ്റെ ഔട്ട്കമായിട്ട് എന്തൊക്കെ വരുന്നു, അതാണ് പ്രോഗ്നോസിസ്. അപ്പോൾ സ്കിസോഫ്രീനിയയുടെ കോഴ്സ് ആൻഡ് പ്രോഗ്നോസിസ്, ആ അസുഖം എങ്ങനെ പുരോഗമിക്കുന്നു, അതിൻ്റെ ഔട്ട്കമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ക്ലാസിക് കോഴ്സ് ഈസ് വൺ ഓഫ് ദ എക്സാഗവേഷൻസ് ആൻഡ് റെമിഷൻസ്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരാളിൽ എന്തുണ്ടാകും, അത് കൂടുതൽ രൂക്ഷമാകും, ആ സ്കിസോഫ്രീനിയ കൂടുതൽ ഇൻറ്റൻസ് ആകും. ചിലപ്പോൾ സ്കിസോഫ്രീനിയ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ സ്കിസോഫ്രീനിയ രൂക്ഷമാകാനും കുറയാനും സാധ്യതയുണ്ട്. ഇൻ ജനറൽ schizophrenia has been described as the most crippling and devastating of all psychiatric illness. നമ്മൾ പൊതുവെ പറയുക മാനസിക രോഗങ്ങളിൽ ഏറ്റവും വിനാശകരമായിട്ടുള്ള, ഏറ്റവും അപകട സാധ്യതയുള്ള, ഏറ്റവും വിനാശകരവും അപകട സാധ്യതയുമുള്ള മാനസിക രോഗം സ്കിസോഫ്രീനിയാണ്. Several studies have found that over
5 to 10 years period after the first psychiatric hospitalization for schizophrenia, only about 10 to 20% of patients can be described as having a good outcome. 5 മുതൽ 10 വർഷം വരെ സ്കിസോഫ്രീനിയ കാരണമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ 10 മുതൽ 20% ആളുകളിൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്കിസോഫ്രീനിയയിൽ നിന്നും ഒരു നല്ല റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത 10 to 20% രോഗികളിൽ മാത്രമാണ്. അപ്പോൾ സ്കിസോഫ്രീനിയ മാറാനും രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും കൂടുതലും രൂക്ഷമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. സെറ്റല്ലേ? More than 50% of patients have a poor outcome with repeated hospitalization. സ്കിസോഫ്രീനിയ ഉണ്ടാകുന്ന 50% രോഗികളുടെയും റിസൾട്ട്, അവരുടെ ശിഷ്ടകാല ജീവിതം വളരെയധികം ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഒന്നിലധികം തവണ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ സാഹചര്യം ഉണ്ടാകുന്നു. ഇനി സ്കിസോഫ്രീനിയ ഉണ്ടാകുന്ന ആളുകളെ എങ്ങനെ നമുക്ക് ചികിത്സിക്കാം എന്നുള്ളതാണ് സൈക്കോളജിക്കൽ തെറാപ്പീസ്. അപ്പോൾ ഒരു നേഴ്സ് എന്ന രീതിയിൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ദ സോഷ്യൽ ഇൻട്രാക്ഷൻ, സെൻസ് ഓഫ് cohesiveness, identification and reality testing achieved within the group setting have proven to be highly therapeutic for this individual. അപ്പോൾ ഇവർക്ക് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളെ നമ്മൾ കൂട്ടത്തിലിരുത്തി അവർക്ക് പരസ്പരം ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അതിലൂടെ അവർക്കൊരു ഐക്യബോധം ഉണ്ടാകുന്നു. താൻ ആരാണ് എന്നും താൻ എന്താണ് ചെയ്യേണ്ടത് എന്നും മറ്റുള്ളവരിൽ നിന്നും ഇയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ക്രമേണ അയാൾക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ കഴിയുന്നു. അതാണ് ഗ്രൂപ്പ് തെറാപ്പി. സെറ്റല്ലേ? ഇനി ബിഹേവിയർ തെറാപ്പി ഉണ്ട്. ബിഹേവിയർ തെറാപ്പി ഈസ് യൂസ്ഫുൾ ഇൻ റെഡ്യൂസിങ് ദ ഫ്രീക്വൻസി ഓഫ് ബിസയർ, ഡിസ്റ്റർബിങ് ആൻഡ് ഡീവിയൻ ബിഹേവിയർ. ഒരാളിൽ ഉണ്ടാക്കുന്ന ബിസയർ ആയിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള, അമ്പരപ്പിക്കുന്ന, ഡിസ്റ്റർബഡ് ആയിട്ടുള്ള സാധാരണയുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കുറയ്ക്കാനും ആൻഡ് ഇൻക്രീസിങ് അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ്, ഒരു മനുഷ്യന് സാഹചര്യം അനുസരിച്ചുള്ള പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് തെറാപ്പി ഒരു ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് താൻ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഗ്രൂപ്പ് തെറാപ്പി. ബിഹേവിയർ തെറാപ്പി ഒരാളുടെ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള സ്വഭാവം സ്വീകരിക്കാനുള്ള തെറാപ്പിയാണ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ സൈക്കോളജിക്കൽ തെറാപ്പീസ് ആയിട്ട് ഗ്രൂപ്പ് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും നമുക്ക് കൊടുക്കാം. ദെൻ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, സാമൂഹിക ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സ്കിൽസ് പരിശീലിപ്പിച്ചു കൊടുക്കാം. സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് അഡ്രസ്സസ് ബിഹേവിയർ സച്ച് എസ് പുവർ ഐ കോൺടാക്ട്, out facial expressions and lack of spontaneity in social situations through the use of video tapes, role playing and homework assignments. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പേഷ്യൻസ്, അവർക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് കൃത്യമായിരിക്കില്ല അല്ലേ? സാധാരണ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഐ കോണ്ടാക്ട് കൊടുത്താണ് സംസാരിക്കുന്നത് അല്ലേ? സ്കിസോഫ്രീനിയ ഉള്ള കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകൾ അല്ലേ? മുതിർന്ന ആളുകളിലാണ് കൂടുതലായിട്ട് സ്കിസോഫ്രീനിയ കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാകില്ല. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പ്രത്യേകിച്ചും കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പറൊക്കെയുള്ള ആളുകൾക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ വിചിത്രമായിട്ടുള്ളതായിരിക്കും. ദെൻ സാമൂഹിക ജീവിതത്തിൽ നന്നായിട്ട് ഇടപെടാൻ കഴിയില്ല. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് കൊടുക്കാം. വീഡിയോ ടേപ്സും റോൾ പ്ലേയിങ്, ഹോംവർക്ക്, അസൈൻമെൻറ്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് നമുക്കത് കൊടുക്കാൻ കഴിയും. സെറ്റല്ലേ? ദെൻ അടുത്തൊരു തെറാപ്പിയാണ് കോഗ്നിറ്റീവ് തെറാപ്പി. യൂസ്ഡ് ടു ഇംപ്രൂവ് കോഗ്നിറ്റീവ് ഡിസോർഷൻസ് ലൈക്ക് റെഡ്യൂസിങ് ഡിസ്ട്രാക്റ്റിബിലിറ്റി ആൻഡ് കറക്റ്റിംഗ് ജഡ്ജ്മെൻറ്റ്. കോഗ്നിറ്റീവ് തെറാപ്പി മെൻ്റൽ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള തെറാപ്പിയാണ്. അപ്പോൾ ഒരാളുടെ ഡിസ്ട്രാക്റ്റിബിലിറ്റി, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ മാറ്റാനും ജഡ്ജ്മെൻറ്റ് കൃത്യമാക്കാനും കോഗ്നിറ്റീവ് തെറാപ്പി സഹായിക്കുന്നതാണ്. സെറ്റല്ലേ? ദെൻ അടുത്തത് ഫാമിലി തെറാപ്പി കേട്ടോ. ഫാമിലി തെറാപ്പി typically consists of brief program of family education about schizophrenia. സ്കിസോഫ്രീനിയ എന്താണ് എന്നും അതുള്ള ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ്, അവരോട് എങ്ങനെ പെരുമാറണമെന്ന ഒരു അവബോധം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഫാമിലി തെറാപ്പി. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് റിലാപ്സ് റേറ്റ്സ് ഓഫ് സ്കിസോഫ്രീനിയ ആർ ഹയർ ഇൻ ഫാമിലീസ് വിത്ത് ഹൈ എക്സ്പ്രസ്ഡ് ഇമോഷൻസ്. ഒരുപാട് ഇമോഷൻസ് ഉള്ള കുടുംബങ്ങളിൽ സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വേർ അതേഴ്സ് significant other make critical comments and express hostility or show
ചിലപ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ടാകുന്ന ആളുകളുടെ സിഗ്നിഫിക്കൻ്റ് അതേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരാൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മദറും എൻ്റെ ലൈഫ് പാർട്ട്ണറും എൻ്റെ കുട്ടികളാണ് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് കുടുംബം എങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത് അതനുസരിച്ച് സ്കിസോഫ്രീനിയയുടെ തീവ്രത കൂടാനും കുറയാനും സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്കിസോഫ്രീനിയ റിലാപ്സ് റേറ്റ് അഥവാ ആവർത്തിക്കുന്നത് അധികം ഹൈ എക്സ്പ്രസറി ഇമോഷൻസ് ഉള്ള ഫാമിലിയിലാണ്. അപ്പോൾ സ്കിസോഫ്രീനിയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് അവരോട് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഒരളവോളം നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഫാമിലിക്ക് അതിനുള്ള അവയർനെസ് കൊടുക്കുന്നതാണ് ഫാമിലി തെറാപ്പി. ദെൻ ഇമോഷണൽ ഓവർ ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. എക്സ്പ്രസ്, ഹോസ്റ്റിലിറ്റി ഓർ ഷോ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. ഇമോഷണൽ ഓവർ ഇൻവോൾവ്മെൻറ്റ്, ഒരുപാട് ഇമോഷണലായിട്ട് പെരുമാറുന്ന ആളുകൾ അത്തരത്തിലുള്ള കുടുംബത്തിൽ സ്കിസോഫ്രീനിയ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദ സിഗ്നിഫിക്കൻറ്റ് അതേഴ്സ് ആർ therefore taught to decrease expectations and family tensions apart from being given social skills training to enhance communication and problem solving. സോ ഇവിടെ രോഗിക്ക് മാത്രമല്ല രോഗിയുടെ കുടുംബത്തിന് നമ്മളൊരു അവയർനെസ് കൊടുക്കണം. എങ്ങനെ അവരോട് പെരുമാറണം, അവരിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസ് വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയാൻ പാടില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, ഫാമിലി ടെൻഷൻസ്, കുറേ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അവബോധം നൽകണം. അപ്പോൾ നമ്മൾ രോഗിക്ക് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫാമിലിക്കും അത്തരം സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്ങും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും പ്രോബ്ലം സോൾവിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ഫാമിലിക്കും നൽകണം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ. സ്കിസോഫ്രീനിയുള്ള ആളുകൾക്ക് അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാം, അവരുടെ സാമൂഹിക നിലവാരത്തെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ദിസ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റി തെറാപ്പി ടു ഡെവലപ്പ് ദ വർക്ക് ഹാബിറ്റ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യാനുള്ള ആക്ടിവിറ്റി തെറാപ്പി കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി തെറാപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, ട്രെയിനിങ് ഇൻ എ ന്യൂ വൊക്കേഷൻ ഓർ റിട്രെയിനിങ് ഇൻ എ പ്രീവിയസ് സ്കിൽ, ഒരു പുതിയ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അസുഖം വന്നതിന് ശേഷം ചിലപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് പഴയതുപോലെ നന്നായിട്ട് ജോലി ചെയ്യാനുള്ള ട്രെയിനിങ്, വൊക്കേഷണൽ ഗൈഡൻസ്, ഇൻഡിപെൻഡൻറ്റ് ജോബ് പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അയാളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം. അല്ലെ, അത്തരം സ്കിസോഫ്രീനിയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ രോഗം മാറാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. രോഗം മാറിക്കഴിഞ്ഞാൽ അവരെ വീണ്ടും പഴയ നിലയ്ക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ് ആക്ടിവിറ്റി തെറാപ്പിയിലൂടെ അവരെ കൊണ്ടുവരാൻ സാധിക്കും. സെറ്റല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ സ്കിസോഫ്രീനിയയുടെ ക്ലിനിക്കൽ ടൈപ്സും ദെൻ സ്കിസോഫ്രീനിയ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റിസൾട്ടായിട്ട് വരുന്നത് എന്നും എത്രത്തോളം രോഗം മാറാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നമുക്ക് നോക്കാം. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.